ഈ ദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ടെന്ന് നമുക്കറിയാം. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മഹത്തായ ദാർശനികനും ഇന്ത്യയുടെ പരമാധികാരത്തിൽ എത്തുകയും ചെയ്ത ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ്. അതുകൊണ്ട് തന്നെ മഹാത്മക അൽമനയ്ക്ക് പ്രകാരം അതിനപ്പുറത്തുള്ള പരമനായ ഒരു ഗുരുവിനെ കുറിച്ച് ചിന്തിക്കുവാൻ നമുക്ക് വേദഭാഗങ്ങൾ നൽകിയിരിക്കുന്നു. യേശു എന്ന മഹാനായ ഗുരു, ശ്രേഷ്ഠനായ ഗുരു. ഡോക്ടർ രാധാകൃഷ്ണൻ ഒരിക്കൽ ഇപ്രകാരമാണ് പറഞ്ഞത്: എനിക്ക് യേശു ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. ക്രിസ്തു ചരിത്രത്തിൻ്റെ അടിസ്ഥാനമെന്നതിലുപരി ചരിത്രത്തിൻ്റെ വഴിനിർണയമാണ്. ക്രിസ്തു ഒരു ചരിത്ര യാഥാർത്ഥ്യമാണെന്ന് ഒരുപക്ഷെ യാതൊരു ദൈവാലയത്തിലും രജിസ്റ്ററിലും പേരില്ലാത്ത മഹാനായ ഭാരതീയ ദാർശനികൻ അഭിപ്രായപ്പെട്ടപ്പോൾ യേശുവിനെ ക്രൈസ്തവർക്ക് അപ്പുറമായി ക്രൈസ്തവേതരർ എങ്ങനെ കാണുന്നു എന്ന് വ്യക്തമാണ്. ഏറ്റവും ശ്രേഷ്ഠനായ മറ്റനേകമാണ് സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം, യേശുവിൻ്റെ ജീവിതം, യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ, യേശുവിൻ്റെ ഉപദേശങ്ങളിലെ സാരാംശം ഇതെല്ലാം സ്വാംശീകരിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കത്തക്ക വിധത്തിൽ ആക്കി തീർത്തിട്ടുണ്ട്. രാഷ്ട്രപിതാവായ മഹാത്മജി പോലും കൂടെ അദ്ദേഹം ജനങ്ങളോട് ലോകത്തോട് ബോധിപ്പിച്ചത് എന്നെ ഞാനാക്കിയത് യേശു കർത്താവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളാണെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കന്യമല്ല. എങ്ങനെയാണ് യേശു വ്യത്യസ്തനായ ഗുരുവായി തീർന്നത്? ഗുരു എന്ന വാക്ക് ഒരു സംസ്കൃത പദമാണ്. ഗു എന്ന് വെച്ചാൽ ഗുപ്തമായി, ഇരുളടഞ്ഞത്, നിഗൂഢമായത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. രുഹു എന്ന് വെച്ചാൽ ഇരുട്ട് നീക്കുക, അതിനെ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുക, തമസ്സിന് മാറ്റുക എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആരാണോ ഇരുട്ടിനെ മാറ്റുന്നത്, ആരാണോ തമസ്സിൻ്റെ പ്രവൃത്തികളെ ഉന്മൂലനം ചെയ്യുവാൻ പ്രവർത്തിക്കുന്നത്, അവരാണ് യഥാർത്ഥ ഗുരു. യേശു കർത്താവിൻ്റെ ജീവിതത്തെ ഇന്നത്തെ പാഠഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ഹ്രസ്വമായി വിലയിരുത്തുമ്പോൾ 10 സ്വഭാവ വിശേഷങ്ങൾ യേശു കർത്താവ് ഗുരു എന്നതിന് നമുക്ക് പറയുന്നതിന് സാധിക്കും. 1, അധികാരമുള്ള ഗുരു. യേശു അധികാരമുള്ള ഗുരുവാണ്. കേവലം ലൗകികമായ ജ്ഞാനങ്ങൾ പകർന്നു തരുന്നയാള് മാത്രമായിരുന്നില്ല യേശു. യേശുവിൻ്റെ പ്രഭാഷണങ്ങളിൽ മുഴുവനും യേശു എന്ത് സംസാരിച്ചിട്ടുണ്ടോ അതെല്ലാം ആധികാരികമായിരുന്നു. ഒരു അതോറിറ്റിയുടെ ബലത്തിനായി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം ദാസരൂപമെടുത്ത് ഏറ്റത്തിൽ മനുഷ്യനായി താനിറങ്ങി വന്ന ക്രിസ്തു പ്രപഞ്ചത്തിന്റെ ഗുരുവായി അധികാരത്തോടുകൂടെയാണ് എല്ലാം സംസാരിച്ചത്. കാറ്റിനെയും കടലിനെയും ശാസിക്കുവാനും ഒഴുകുന്ന പടകിലിരുന്നുകൊണ്ട് അലറുന്ന കടലിന്റെ മറ്റിലിരുന്നുകൊണ്ട് കൈയെടുത്തുയർത്തിയപ്പോൾ കാറ്റും കടലും ശബ്ദമായി അത് അധികാരത്തിന്റെ വാക്കുകളായി. ജെറുസലേം ദേവാലയത്തിൽ ചെന്നിട്ട് എന്റെ ആലയം പ്രാർത്ഥനാലയം, നിങ്ങൾ ഇതിനെ കള്ളന്മാരുടെ ഗുഹയാക്കുന്നുവോ എന്ന് ചോദിച്ചതിന്റെ പിന്നിൽ ഒരു അതോറിറ്റി ഉണ്ടാകും. വ്യത്യസ്തനായ ഒരു യേശു അധികാരമുള്ള ഗുരു. എൻ്റെ ആർജവമുള്ള ഗുരുവാണ്. എന്താണ് ആർജവം? ഇച്ഛാശക്തി. ഗുരു പറയുന്നത് നിവർത്തിക്കും. ഗുരു പറയുന്ന വാക്കിന് യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ഗുരുകുലം ഭാരതീയരായി നമുക്കറിയാം, നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. ഗുരുവിനോടൊപ്പം ശിഷ്യൻ താമസിച്ച് പഠിച്ച് ജീവിക്കുന്ന ജീവിതചര്യ നമ്മുടെ ഭാരതത്തിൻ്റെ താത്വികമായ അടിസ്ഥാനത്തിൽ ബ്രഹ്മചര്യം അങ്ങനെയാണ് അനുഷ്ഠിക്കുന്നത്. ഗുരുവിനോടൊപ്പം താമസിച്ച് ഗുരു പറയുന്ന ജോലികളൊക്കെ ചെയ്ത് ഗുരുവിനെ സഹായിച്ച് ഗുരുവിൻ്റെ ശുശ്രൂഷ
ചെയ്ത് ഗുരു പറയുന്നത് കേട്ട് മനസ്സിലാക്കി ജീവിതമെന്ന് പഠിപ്പിക്കുന്ന അവസ്ഥ. 1-ാമത്തെ വയസ്സ് മുതൽ 25 വരെ ബ്രഹ്മചര്യം, 25 മുതൽ 50 വരെ ഗാർഹസ്ഥ്യം, 50 മുതൽ 75 വരെ വാനപ്രസ്ഥം, 75 മുതൽ 100 വയസ്സ് വരെ സന്യാസം. ലോകനന്മയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെക്കണമെന്നാണ് ഒരു പുരുഷാർത്ഥത്തെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഗുരു കേവലം എന്തെങ്കിലും പറയുക മാത്രമല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരിശ്രമിച്ച് ഈ ലോകത്തിന് പ്രാവർത്തികമാക്കി കൊടുത്ത ഒരു ഗുരുവാണ്. തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനും അധിക സ്നേഹം ആർക്കുമില്ലെന്ന് പഠിപ്പിച്ച ഗുരു തൻ്റെ ജീവൻ കാൽവരി ക്രൂശിൽ ബലിയായി അർപ്പിക്കുവാൻ കൈകളെ തിരിച്ചു കൊടുത്തു. വീണ്ടും നമുക്ക് കാണാൻ കഴിയും ആജ്ഞാശക്തിയുള്ള ഗുരുവാണ്. ഇത് വായിച്ച സുവിശേഷ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂതങ്ങളോട് വിട്ടുപോകുവാൻ കൽപ്പിക്കുന്ന ഗുരു. ഭൂതം എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് ഡയബോലോസ് എന്നാണ്. എന്താണ് ഈ ഡയബോലോസ് എന്ന് പറയുന്നത്? ക്രമീകൃതമായ വ്യവസ്ഥയിൽ മുഴുവൻ തച്ചുടയ്ക്കുന്നവനാണ് ഡയബോലോസ്. ശാന്തമായി പോകുന്ന ഒരു സമുദ്രത്തിൽ കല്ലെടുത്തെറിയുന്നവനാണ് ഡയബോലോസ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മിലും ഒരു ഡയബോലോസ് ഒഴിഞ്ഞിരിക്കുന്നു എന്ന് കാണാൻ പറ്റും. വീട്ടിൽ സമാധാനവും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഒരു ദുശാഠ്യമുള്ള പശുക്കുട്ടിയായി നമ്മൾ ചിലപ്പോൾ പെരുമാറും. അങ്ങനെ പെരുമാറുമ്പോൾ അത് ഡയബോലോസിന്റെ പ്രവർത്തനമാണ്. പരിശുദ്ധാത്മാവിന് പാരക്ലീറ്റിന് വിപരീതമാണ് ഡയബോലോസ്. ഇത്തരമുള്ള ഡയബോലോസിനെ തച്ചുടയ്ക്കുവാൻ വാക്കുകൊണ്ട് ശക്തിയുള്ളവനായിരുന്നു യേശു. ആജ്ഞാശക്തിയുള്ള ഗുരുവാണ്. മാറിനിൽക്കാൻ പറഞ്ഞാൽ മാറി നിൽക്കും, ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ ഒഴിഞ്ഞു പോകും. കല്ലറയിൽ സ്വയം ദണ്ഡിപ്പിച്ച് ലോകത്തിന് മുഴുവൻ ദേശത്തിന് മുഴുവൻ ഭീതി വിതച്ചുകൊണ്ട് നാശത്തിനായി പ്രത്യക്ഷപ്പെട്ട ഭ്രാന്തനായ മനുഷ്യനോട് പറഞ്ഞു, ഇവനിന്റെ അശുദ്ധാത്മാവ് ഒഴിഞ്ഞു പോകട്ടെ. പക്ഷപാതം പിടിച്ചു കിടന്നവനോട് പറഞ്ഞു, നീ എത്ര വർഷമായിട്ട് 28 വർഷം കൊണ്ട് നീ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലാതെ നിർജീവനായി ഇൻആക്റ്റീവായി ഒരു കുളത്തിന്റെ കരയിൽ കിടക്കുകയായിരുന്നല്ലോ, എഴുന്നേറ്റ് നടക്കാം എന്ന് പറഞ്ഞപ്പോൾ അവൻ നടന്നു. ആജ്ഞാശക്തിയുള്ള ഗുരു. 4, അശുദ്ധി ഒന്നുമില്ലാത്ത ഗുരു. ഈ ഗുരുവിന്റെ പ്രത്യേകതയാണ് ജീവിതത്തിൽ നോക്കിയാൽ ഒരു കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധിയുള്ള ജീവിതം നയിച്ച ഒരു ഗുരുവാണ്. അതാണ് യേശുവിനെ മറ്റുള്ളവർക്ക് പാഠമായി സ്വീകരിക്കുവാനിടയായത്. അതാണ് വിൻസ്റ്റൺ ചർച്ചിലിനെ പോലുള്ളവർ പറഞ്ഞത്, എന്നെ അമേരിക്കയുടെ ഭരണാധികാരിയായി ഈ സിംഹാസനത്തിൽ ഇരുത്തുവാൻ പ്രാപ്തനാക്കിയത് യേശുവിന്റെ ജീവിതമാണ്. ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ല, യേശുവിന്റെ ജീവിതത്തെ ഞാൻ നോക്കിയത് കൊണ്ട് എനിക്ക് സുതാര്യമായി ചെയ്യുവാൻ കഴിയും. അശുദ്ധി ഒന്നുമില്ല, മറച്ചു വയ്ക്കാനൊന്നുമില്ല ആ ഗുരുവിന്. യേശുവിനെ നാം ഗുരുവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ടോ? മറച്ചു വെച്ച് വല്ലതും ചെയ്യുന്നുണ്ടോ? ഒളിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോഴേ നമുക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റിയൊരു സാധനമാണ്, ചെറിയൊരു സാധനം. അതിൻ്റെ പേര് മൊബൈൽ ഫോണെന്നാണ്. അത് ഒളിച്ചു വയ്ക്കും, ഉപയോഗിക്കും, അശുദ്ധി വരും. 5, അശുദ്ധി അകറ്റുന്ന ഗുരുവാണ് ഈ ഗുരു. അശുദ്ധികൾ മുഴുവൻ അകറ്റുന്ന ഗുരുവാണ്. ഈ ഗുരുവിനെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അശുദ്ധിയും മാറും. 10 കുഷ്ഠരോഗികൾ സൗഖ്യമാകുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ശുദ്ധിയില്ലാത്തവനാണ്, ശുദ്ധിയില്ലാത്തവനാണ്. നീ ഒന്ന് തൊട്ടാൽ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും. എല്ലാ അശുദ്ധികളും മാറ്റുന്നവനാണ്. ശാരീരിക അശുദ്ധി, മാനസിക അശുദ്ധി, ലോകക്കാർ നമ്മളിൽ ആരോപിക്കുന്ന അശുദ്ധി, എല്ലാം യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ അശുദ്ധി മാറും. അങ്ങനെയെങ്കിൽ ഈ ഗുരു 5-ാമത്തത് അശുദ്ധി അകറ്റുന്ന ഗുരുവാണ്. 6-ാമത്തത് ഈ ഗുരു ആർദ്രതയുള്ള ഗുരുവാണ്. എന്താണ് ആർദ്രതയുള്ള ഗുരു എന്ന് പറയുന്നത്? യേശുവിൻ്റെ നോട്ടം വളരെ നമുക്ക് ആശ്വാസം നൽകുന്ന നോട്ടം. വേദപുസ്തകം പഠിക്കുമ്പോൾ യേശു ചിലരെ ഒന്ന് നോക്കി,
നോക്കിയപ്പോൾ സൗഖ്യമാണ്. ചിലർ നോക്കിയപ്പോൾ അവരുടെ പാപമഴിഞ്ഞു പോയി. യേശുവിന്റെ കണ്ണിന്റെ ക്രാന്ത ശക്തി എന്ന് പറയുന്നത് അശുദ്ധി അകറ്റുന്നത് പോലെ തന്നെ അലിവ് നൽകുന്നത് കൂടെയാണ്. അലിവ് നൽകുന്നത് കൂടെയാണ്. ആർദ്രതയുള്ള ഗുരുവാണ്. ആ ഗുരു വാക്കുകൊണ്ട് മാത്രമല്ല, തന്റെ നോട്ടം കൊണ്ടും ആളുകൾക്ക് ആശ്വാസം കൊടുക്കും. നമ്മളൊക്കെ ആളുകളെ പേടിപ്പിക്കാനാണ് കണ്ണുപയോഗിക്കുന്നത്. പല കാര്യങ്ങളും നല്ലത് കാണുകയില്ല. എത്ര നല്ലത് ചെയ്താലും ഒന്നും കാണുകയില്ല. അതേസമയം എന്തെങ്കിലും ഒരു കൊച്ചു തിന്മ കണ്ടെങ്കിൽ എന്ത് പറയും? അത് നമ്മൾ കണ്ടുപിടിക്കും, ഇല്ലേ? ഒരു വിശാലമായ പ്രതലം, ഒരു വെള്ള പേപ്പർ നമ്മുടെ കയ്യിൽ തരികയാണ്. ഇപ്പോൾ നമ്മൾ എന്ത് കാണുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നും കാണുന്നില്ല. നമ്മളെന്തെങ്കിലും കാണുന്നു? ഒന്നും കാണുന്നില്ല. അതേസമയം അതിനകത്തൊരു കറുത്ത സ്പോട്ട് ഉണ്ടെങ്കിലോ നമ്മൾ പറയും കണ്ടു. എന്ത് കണ്ടു? ഒരു കറുത്ത സ്പോട്ട് കണ്ടു. ഇതാണ് നമ്മുടെ സ്വഭാവം. ആ കറുത്ത സ്പോട്ടിനപ്പുറത്തുള്ള വിശാലമായ വെള്ളം പ്രതലം നമ്മൾ ഒന്നും കാണുന്നില്ല. ഇതിന്റെ പേരാണ് കുറ്റം പറച്ചിലെന്ന് പറയുന്നത്, ഒറ്റപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഭാര്യ എത്ര നല്ല കറി ഉണ്ടാക്കി തന്നാലും അതിനകത്തൊരു അല്പം ഉപ്പ് കൂടി പോയാൽ പറയും, ഓ നിന്നെ കൊണ്ടുവന്നത് മുതൽ എൻ്റെ നാവിന് ക്യാൻസർ പിടിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെന്നും തേടി പാലുമാണ് കുടിച്ചുകൊണ്ടിരുന്നത്. ഇത്തരം വാക്ക് കേട്ടിട്ട് കണ്ണീരൊഴുക്കി ഒറ്റയ്ക്ക് പോയിരുന്ന് മുഖം മുറിച്ച് കറിയുന്ന എത്ര കുടുംബിനികളുണ്ട്. ഇന്നു മുതൽ കുടുംബഭാരം ആരംഭിക്കുക. കുറ്റപ്പെടുത്തുന്നതിന്റെ കണ്ണ് ചൂർന്ന് എറിഞ്ഞു കളഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ നിലനിർത്താം. നീ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? നിന്റെ ജീവിതത്തിൽ നീ ഒന്നും നോക്കാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ വിളിക്കാം. കയ്യും ചൂണ്ടിക്കൊണ്ട് നടക്കുമ്പോ നീ ചൂണ്ടുന്നവരിൽ നിന്റെ മറ്റു നാലുപേരോട് നിന്നോട് തന്നെ ചൂണ്ടുകയാണ്. കണ്ണ് ആർദ്രതയുള്ളതാണ്. അനുകമ്പയുള്ള ഗുരുവാണ് യേശു. ഏഴാമത്തത് അനുകമ്പയുള്ള. എന്തിനാണ് നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നത് അറിയാമോ? അനുകമ്പയോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അനുകമ്പ മനുഷ്യന് മാത്രം കൊടുത്തിട്ടുള്ള ഒരു ഗുണമെന്നാണ് നമ്മൾ ഈ അനുകമ്പയെ കുറിച്ച് പറയുന്നത്. എന്നാൽ മനുഷ്യന് അനുകമ്പയില്ല. ഒരിക്കൽ മിഷൻ ഫീൽഡിലുള്ള യാത്രാമധ്യേ ഞങ്ങൾ കണ്ട ഒരു ദൃശ്യം, ഞങ്ങളോടൊപ്പം എൻ്റെ മകളുൾപ്പെടെ ഞങ്ങളുണ്ട്, കണ്ട ഒരു ദൃശ്യം ഇന്നും എൻ്റെ മനസ്സിൽ പച്ചയായി. ആദ്യത്തെ മിഷൻ ഫീൽഡായ എട്ടൂർ നാഗരത്തിലേക്ക് ഞങ്ങൾ യാത്ര ചെയ്ത് 1-ാം ദിവസം തിരികെ വരുമ്പോൾ ഒരു നായ റോഡിൽ ചത്തുകിടന്നു. വണ്ടി എന്തെങ്കിലും കയറി അരഞ്ഞു പോയതായിരിക്കാം. പക്ഷേ അതിൻ്റെ തൊട്ടരികിൽ അതിൻ്റെ സ്നേഹിതയായിരിക്കാം, കൂട്ടുകാരനായിരിക്കാം, കൂട്ടുകാരിയായിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിലൊരു കൂട്ടിൽ കഴിഞ്ഞവരായിരിക്കാം. വാതോരാതെ കരഞ്ഞുകൊണ്ടിരിക്കും. ആ കരച്ചിൽ കേട്ട് മറ്റു നായ്ക്കൾ വന്നു. റോഡിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മുമ്പേ പോകുന്ന വണ്ടിയിൽ പോകുന്ന വീട് കിടന്നാണ് ഇത് സാധാരണ എന്ന് പറയും. ഒന്നും അറിയാത്തതുപോലെ നീ മരവിച്ച മനസ്സുമായി വണ്ടി ഓടിച്ചു പോകുന്ന മനസ്സുണ്ട്. ഇന്നത്തെ മലയാളിയുടെ മനസ്സിന്റെ വാങ്മയ ചിത്രമാണ്. മനസ്സാക്കി നശിപ്പിച്ചവൻ, നടു റോഡിലിട്ട് ഭാര്യയെ കഴുത്തെടുത്തു കൊല്ലുന്നവൻ, വയറ്റിൽ ചവിട്ടിക്കൊല്ലുന്നവൻ, കുത്തിക്കൊല്ലുന്നവൻ, കല്ലെറിഞ്ഞു കൊല്ലുന്നവൻ, മക്കളെ മുറിയിൽ പൂട്ടിയിട്ട് തല്ലുന്നവൻ, അമ്മയാരും മകളാരും തിരിച്ചറിയാത്ത മൃഗം, അവന്റെ പേരാണ് മനുഷ്യൻ. ക്രിസ്ത്യാനിയെ കുറിച്ചത് അനുകമ്പയുള്ള ഗുരു നമ്മോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഇടത്ത് പാർക്കുന്നിടത്ത് അനുകമ്പയുള്ളവരായി. 8 ആരോഗ്യം നൽകുന്ന ഗുരുവാണ്. യേശു നൽകുന്ന സൗഖ്യത്തിന്റെ പാഠങ്ങൾ മുഴുവനും കർത്താവ് ആരെയും വൈകല്യമുള്ളവരായി തീരുവാനോ രോഗിയായിട്ട് തീരുവാനോ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ വെള്ളിയാഴ്ച പ്രാർത്ഥന നമ്മൾ കുറച്ചു പേരേ ഉള്ളൂവെങ്കിലും, ഉപവാസ പ്രാർത്ഥന കുറച്ചു പേരേ ഉള്ളൂവെങ്കിലും, ഇതിലൊക്കെ നിലവിളിച്ച് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ആരോഗ്യം തരണമേ എന്നാണ്. ശാരീരികവും മാനസികവുമായ ആരോഗ്യം തരണമേ എന്നാണ്. യേശു പരമവൈദ്യനാണ്. അവിടുത്തെ രക്തം സൗഖ്യപ്പെടുത്തുന്നതാണ്. ആരോഗ്യമുള്ള
പിന്നെയോ 9 ആയുസ് നൽകുന്ന ഗുരുവാണ്. ആയുസ് നീട്ടി നൽകുന്നവനാണ് ഗുരു. ഈ ഗുരുവിന് ആയുസ് എടുക്കുവാനും ആയുസ് കൊടുക്കുവാനും അധികാരമുണ്ട്. മഞ്ചേരി ഒരമ്മയുടെ ഏക മകൻ മരിച്ചു കിടക്കുന്നു. ചിലർ ചുമന്നുകൊണ്ട് വരുന്നു. മരിച്ചുപോയി. അവൾക്ക് ഭർത്താവില്ല. ഏകയാശ്രയിക്കുന്ന ഈ മകനാണ്. മഞ്ചേരി തൊട്ടപ്പോൾ സൗഖ്യമായി ആയുസ് തിരിച്ചു നൽകി. ഒടുവിലാണ് 10ാമത് യേശുവിൻ്റെ ഈ ഗുരുവിനെ കുറിച്ചുള്ള സങ്കല്പത്തിൽ സ്വഭാവത്തിൽ അനുകരണീയനായ ഏക ഗുരുവാണ് യേശു. ഈ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ ഗുരു പറയുന്നു, നിങ്ങൾ എൻ്റെ പിന്നാലെ വരും, എന്നെ നോക്കുക, നിങ്ങൾക്ക് ശ്രേഷ്ഠമായ മാതൃക കാണുവാൻ കഴിയും. നമ്മൾ ആരെയാണ് ഈ നാളുകളിലൊക്കെ നോക്കുന്നത്? ആരെയാണ് നമുക്ക് അനുഗമിക്കുവാൻ കഴിയുന്നത്? ആരാണ് നമ്മുടെ അനുകരണത്തിൻ്റെ പത്ത്? യേശുവിനെ നോക്കാൻ, യേശുവിൽ നിന്നും പഠിക്കാൻ, യേശുവിനെ അനുകരിക്കുവാൻ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പറ്റാത്ത സ്നേഹമാണ്, ത്യാഗമാണ്, ജീവനെ നമുക്ക് വേണ്ടി നൽകിയ സ്നേഹമാണ്. പാപം ചെയ്തു അന്യപ്പെട്ടു പോയ നമ്മെ, അസ്വസ്ഥമായ ജീവിതങ്ങളെ നേരെയാക്കുവാൻ മാറോടർപ്പിക്കുന്ന സ്നേഹമാണ്. സുതാര്യതയുടെ തെളിഞ്ഞ വെള്ളത്തിൽ മുഖം നോക്കുമ്പോൾ നമ്മുടെ മുഖം വ്യക്തമായി കാണുവാൻ കഴിയുന്നത് പോലെ ഓളങ്ങൾ വെട്ടുമ്പോൾ ആ മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചാൽ പോലും മനസ്സിലാക്കും. കലക്കമില്ലാത്ത വെള്ളമാണ് യേശു. ആ യേശുവാകുന്ന കണ്ണാടി നമുക്ക് നോക്കി നമ്മുടെ ജീവിതം അന്ത്യം വിശുദ്ധിയോടുകൂടെ ഒരു യാത്ര ചെയ്യാം. അതിന് ദൈവം പരിപരിശുദ്ധനാളിലൂടെ നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥന. ശ്രേഷ്ഠനായ ഗുരു, അങ്ങയെക്കുറിച്ച് കേൾക്കുവാൻ, അങ്ങയിൽ നിന്ന് പഠിക്കുവാൻ, അങ്ങയെ നോക്കുവാനുള്ള ബോധനം ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ തന്നുണ്ട്. പലപ്പോഴും ഞങ്ങൾ മറ്റു പലരെയും ഗുരുവിനെ തെറ്റിദ്ധരിച്ച് അവരുടെ പിൻപാകെ പോകാറുണ്ട്. ദൈവവചനം പറയുന്ന പലരെയും ഗുരുവായി കാണാറുണ്ട്. അല്ല, അങ്ങ് മാത്രമേ ഗുരുവായി. ആരെങ്കിലും സൗഖ്യം നൽകുന്നുവെന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും സൗഖ്യമുണ്ടെന്ന് കേട്ടാൽ യേശുവിനെ ഞങ്ങൾ തൃണവൽക്കരിച്ചുകൊണ്ട് അയാളുടെ പുറകെ, അവരുടെ പുറകെ പോകാം. ഏകസത്യദൈവമായ കർത്താവ് അങ്ങ് മാത്രമാണ് ശ്രേഷ്ഠഗുരു എന്ന് തിരിച്ചറിയുവാൻ ഈ പ്രഭാതം ഞങ്ങൾ ഒരുക്കിയത്. ഞങ്ങളെ കുറ്റമായി സമർപ്പിക്കണം. അങ്ങനെ ഞങ്ങളെ പഠിപ്പിക്കണം, വചനത്തിലൂടെ പഠിപ്പിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് പാഠമാകണം. അങ്ങയെ ലയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണം. അങ്ങ് ഞങ്ങളെ തിരുത്തണം, രൂപാന്തരപ്പെടുത്തണം. അങ്ങനെ ശ്രേഷ്ഠ ജീവിതത്താൽ ഞങ്ങളും അനുദിനം പുതുക്കപ്പെടുവാൻ സഹായിക്കണം. അങ്ങയെ നോക്കി അനുകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങളുടെ വലിയ ജീവിതങ്ങൾ പാതപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങളെ ഒരുക്കണമേ. എല്ലാവർക്കും